പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. നേടിയ ചരിത്രപരമായ വിജയം. ആ വിജയത്തിൻ്റെ പിന്നിൽ ഏതൊക്കെ ഘടകങ്ങളുണ്ട്? ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള വലിയ ക്യാമ്പയിനുകൾ. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വരുന്നു. അതേപോലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള വലിയ ക്യാമ്പയിനുകൾ. എന്നാൽ ഈ ഒരു ക്യാമ്പയിനുകൾ മാത്രമാണോ ബി.ജെ.പിയെ അധികാരത്തിലെത്തിച്ചത്? ഒരു ഭാഗത്ത് മമതാ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ഉണ്ടായിരുന്നു. മമതയുടെ അഴിമതി, അതേപോലെ തന്നെ അമിതാധികാര പ്രവണത, അക്രമ രാഷ്ട്രീയം, എതിരാളികളെ അടിച്ചമർത്തൽ, ഇതിനൊക്കെ എതിരായിട്ട് വലിയൊരു വിഭാഗത്തിൻ്റെ പ്രതികരണമുണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായും ബി.ജെ.പിയുടെ വിജയത്തിന് പിറകിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റു ചില ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ആർ.എസ്.എസിൻ്റെ ചിട്ടയായ പ്രവർത്തനമാണ്. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം 2019 ഗംഭീരമായ നേട്ടമാണ് ബി.ജെ.പി കൈവരിച്ചത്. അന്ന് 42 ലോക്സഭാ സീറ്റുകളിൽ 18 സീറ്റുകളും ബി.ജെ.പിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. എന്നാൽ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1-2% വോട്ട് കുറയാണ് ബി.ജെ.പിക്ക് ചെയ്തത്. അവർക്ക് ആകെ 77 സീറ്റ് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് 294 അംഗ നിയമസഭയിൽ. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം പശ്ചിമ ബംഗാളിലെ ജനങ്ങളിടയിലുള്ളൊരു അരക്ഷിതാവസ്ഥയായിരുന്നു. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ മാത്രമേ കഴിയൂ. അങ്ങനെയുള്ള ആളുകളുടെ ഭീകര വാഴ്ചയായിരുന്നു ഗ്രാമങ്ങളിലൊക്കെ, പശ്ചിമ ബംഗാളിലെ ഗ്രാമങ്ങളിലൊക്കെ നടന്നിരുന്നത്. അവർ ഓരോ ബൂത്തിലും പോയിട്ട് പറയും, ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന് പറയും. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തങ്ങൾക്കെതിരെ വോട്ട് ചെയ്തു എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടും. പലപ്പോഴും കൊലപാതകങ്ങൾ നടത്തും. ഇതുവരെ ബി.ജെ.പിക്ക് ഏതാണ്ട് 300-ലധികം പ്രവർത്തകരാണ്, ബി.ജെ.പി. പ്രവർത്തകരാണ് കൊല ചെയ്യപ്പെട്ടത്. പലരുടെയും മൃതദേഹങ്ങളൊക്കെ തൂക്കിയിട്ട നിലയിൽ, മരത്തിലൊക്കെ കെട്ടി തൂക്കിയിരിക്കുന്ന നിലയിലാണ് പലപ്പോഴും കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഭീകരമായ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ആളുകളുടെ ഭൂമിയൊക്കെ തട്ടിപ്പറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണമായ അരക്ഷിതാവസ്ഥയായിരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അപ്പം ബി.ജെ.പിക്ക് അതുകൊണ്ടാണ് 2019 നേട്ടമുണ്ടാക്കിയ സ്ഥലങ്ങളിൽ പോലും 2021 അത്രയും വിജയിക്കാൻ കഴിയാതിരുന്നത്. ഈ ഒരു ഘട്ടത്തിലും ബി.ജെ.പി വിജയത്തിലേക്ക് നയിച്ചത് വളരെ ദീർഘദൃഷ്ടിയിൽ ആർ.എസ്.എസ് നടത്തിയ പ്രചരണങ്ങളാണ്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്. ആർ.എസ്.എസിൻ്റെ നേതൃത്വത്തിൽ സീമാന്ത ചേതന മഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന അതിർത്തിയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാർ, ആ നുഴഞ്ഞുകയറ്റക്കാർ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിലേക്ക് കയറുകയും അവരവിടെ സ്വാധീനം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ തൊട്ടടുത്ത ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ആക്രമണങ്ങൾ, പലരെയും വെടിവെച്ച് കൊന്നു അല്ലെങ്കിൽ വെട്ടിക്കൊന്നു. അതോടൊപ്പം തന്നെ അവരുടെ സ്വത്തുക്കളൊക്കെ കണ്ടെടുത്തു, ക്ഷേത്രങ്ങളൊക്കെ തകർത്തു. അങ്ങനെയുള്ള നിരവധി അക്രമ സംഭവങ്ങൾ, ജനക്കൂട്ടം ആക്രമണം നടത്തുന്നു. അങ്ങനെയുള്ളൊരു അരക്ഷിതാവസ്ഥ, ഈ അരക്ഷിതാവസ്ഥ ബംഗാളിലേക്കും എത്തുമോ എന്നുള്ളൊരു ഭയവും. കാരണം 1800 കിലോമീറ്ററിലധികം അതിർത്തിയാണ് നമ്മൾ ബംഗ്ലാദേശുമായിട്ട് പങ്കിടുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് ആർ.എസ്.എസിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ മികവ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ ആർ.എസ്.എസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പശ്ചിമ ബംഗാളിൽ തുടങ്ങിയിരുന്നു. അതായത് ഇലക്ഷൻ അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതാണ്ട് എല്ലാ ഘട്ടങ്ങളിലും, കാരണം ആർ.എസ്.എസ് രാഷ്ട്രീയ സംഘടനയല്ലെങ്കിൽ പോലും ക്രൈസിസ് ഘട്ടത്തിൽ ബി.ജെ.പിയെ സഹായിക്കാൻ ആർ.എസ്.എസ് കേഡർമാർ രംഗത്ത് വരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2024 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അങ്ങനെ ആർ.എസ്.എസ് വളരെ സജീവമായിട്ട് രംഗത്ത് വരാതിരുന്നത്. ഇവിടെ ആർ.എസ്.എസ് ചെയ്തത് അവരുടെ സംഘടനാ ശക്തി കൊണ്ട് അവർ ഓരോ സ്ഥലത്തും ചെറിയ ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. 5-10 പേരുടെ മീറ്റിങ്ങുകളാണ് അവർ നടത്തിയത്. നമ്മൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയാറുണ്ട്. അതായത് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകൾ. അങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്തുകയായിരുന്നു ആർ.എസ്.എസ് ചെയ്തത്. അപ്പോൾ അവർ പലപ്പോഴും ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ആയിരിക്കും. കൽക്കട്ട നഗരത്തിൽ മാത്രം 50,000-ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികളെയാണ് ഇങ്ങനെ ആർ.എസ്.എസ് സംഘടിപ്പിച്ചത്. അവരൊക്കെ തന്നെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന ആളുകളോട് അവർ ഇന്നത്തെ സ്ഥിതിഗതികളെക്കുറിച്ച്, രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ഒരു ഇൻഫ്ലുവൻസർമാരായിട്ട് അവർ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കായിരുന്നു. അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യന്മാർ, അതുപോലെ കടകൾ നടത്തുന്ന ആളുകൾ, അധ്യാപകർ, അങ്ങനെ സമൂഹത്തിലെ നാനാ മേഖലയിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ മുഴുവൻ 5-10 പേരുടെ
കുടുംബയോഗങ്ങളൊക്കെയാണ് RSS വിളിച്ചു ചേർത്തത്. അവരോട് ഈ ഒരു വിഷയങ്ങളൊക്കെ അവരുടെ മുമ്പാകെ വെക്കുന്നു, അവർക്ക് കോൺഫിഡൻസ്, ധൈര്യം കൊടുക്കുന്നു. കാരണം പലപ്പോഴും ആളുകളൊക്കെ തന്നെ മമതാ ബാനർജിയുടെ പ്രവർത്തനങ്ങൾക്കെതിരായിരുന്നെങ്കിൽ പോലും അവരുടെ പരസ്യമായിട്ട് എതിർക്കാൻ അവർക്ക് തൻ്റെ ഇടമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അക്രമത്തിൽ പരിക്കേറ്റ ആളുകളെ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളുകളെ, ബന്ധുക്കളെയൊക്കെ പോയി RSS കാണുന്നു, അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു, വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഏറ്റവും അധികം ദീനാനുകമ്പയോടുകൂടി അല്ലെങ്കിൽ ആരാണോ പീഡിപ്പിക്കപ്പെട്ടത്, ആരാണോ ആക്രമിക്കപ്പെട്ടത് അവർക്ക് സഹായഹസ്തമായി ചെയ്യുന്നു. അതേപോലെ തന്നെ RSSൻ്റെ സേവാ പ്രവർത്തനങ്ങൾ പശ്ചിമ ബംഗാളിലെ പല സ്ഥലത്തും ഉണ്ട്. അപ്പം ഈ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഈ നുഴഞ്ഞുകയറ്റത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തി അങ്ങനെ നൂറുകണക്കിന് ആളുകളെയാണ് RSS ദീർഘകാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിശക്തരായിട്ട് അവരെ പ്രതികരിക്കുന്ന ആളുകളാക്കി മാറ്റിയത്. അപ്പം ഇങ്ങനെ ഒരു സമൂഹത്തിലൊരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റി. അപ്പം മുകൾ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തന്നെ വലിയ വലിയ റാലികൾ നടത്തുന്നു, ക്യാമ്പയിനുകൾ നടത്തുന്നു. അതേപോലെ തന്നെ സുവേന്ദു അധികാരിയെ പോലുള്ള BJP നേതാക്കന്മാർ സമൂഹത്തിനിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു, ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങിച്ചെല്ലുന്നു. ഈ സമയത്താണ് ഏറ്റവും അടിത്തട്ടിൽ RSSൻ്റെ പ്രവർത്തനം. ആയിരക്കണക്കിന് ശാഖകളാണ് RSSനുള്ളത്. ഈ ശാഖകളിലൂടെ അവർ ജനങ്ങളെ ശരിക്കും ബോധവൽക്കരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു, മറുഭാഗത്ത് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നു. തങ്ങൾ ചെറിയ ചെറിയ പ്രാദേശിക തലത്തിൽ ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടത്തി ആ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന ആളുകളെ, ഇപ്പോൾ ഒരു 10 പേരുടെ മീറ്റിംഗാണ് നടത്തുന്നതെങ്കിൽ അവരോടൊരു 100 പേരെ കോൺടാക്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെയുള്ളൊരു വലിയൊരു മാസ് മൂവ്മെൻറ്റ്, ഒരു ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിനാണ് RSS നടത്തിയത്. അതുപോലെ തന്നെ ആളുകളെ തിരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തിൽ എത്തിക്കുക, അവർക്ക് കോൺഫിഡൻസ് നൽകുക. പലപ്പോഴും തങ്ങൾക്ക് വോട്ട് കിട്ടില്ല എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ തൃണമൂൽ കോൺഗ്രസ് എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, അവിടെ ഭീതി പരത്താൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ RSSൻ്റെ പ്രവർത്തകരെത്തി അവർക്ക് കോൺഫിഡൻസ് നൽകുന്നു, ആത്മവിശ്വാസം നൽകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വളരെ ശാസ്ത്രീയമായ രീതിയിൽ, സംഘടിതമായ രീതിയിലൊരു പ്രവർത്തനം, അത് താഴേക്കിടയിൽ തന്നെ 44,000 ബൂത്തുകളിലാണ് ഈ പ്രവർത്തനം എത്തിയത്. പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ RSS വളരെ വിദഗ്ധമായിട്ട് അവരുടെ പ്രവർത്തനം നടത്തി. RSSനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും അവർക്ക് നേരത്തെ തന്നെ നല്ല സ്വാധീനമുണ്ടായിരുന്നു. ഇപ്പം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും അധികം പിന്നോക്ക വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. 30% പിന്നോക്ക വിഭാഗക്കാരാണ് പശ്ചിമ ബംഗാളിലുള്ളത്. അതേപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ളത്. ഇപ്പോൾ ഈ പട്ടികവർഗക്കാർക്കും പട്ടികജാതിക്കാർക്കൊക്കെ സംവരണം ചെയ്ത സീറ്റുകളിൽ ഏതാണ്ട് ബഹുഭൂരിഭാഗം, പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്ത മുഴുവൻ സീറ്റുകളും BJP നേടി, പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത സീറ്റുകളിലൊക്കെ ബഹുഭൂരിഭാഗം BJP നേടി. എന്തുകൊണ്ടാണ് ഇവരുടെ ഇടയിലൊക്കെ വളരെ നല്ല രീതിയിൽ BJP പ്രവർത്തനം ഉണ്ടായിരുന്നു. നേരത്തെ RSS BJP ഒക്കെ പലപ്പോഴും ആരോപിക്കപ്പെടുന്നത് അവർ അർബൻ നഗരങ്ങളിലാണ് നിൽക്കുന്നത്, അത് കുറച്ചുകൂടി അപ്പർ ക്ലാസിൻ്റെ ഇടയിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അപ്പർ ക്ലാസിൻ്റെ ഇടയിൽ നിന്ന് അവർ പതുക്കെ ഗ്രാമീണ മേഖലയിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും ഇവിടെ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികവും ഗ്രാമീണ മേഖലയിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിലാണ് RSSന് ആദ്യം തന്നെ സ്വാധീനമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ BJPക്ക് സ്വാധീനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്വാധീനത്തിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ടാണ് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി പ്രവർത്തിച്ചത്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ശക്തമായ പാരമ്പര്യമുണ്ട്. 19-ാം നൂറ്റാണ്ടിലൊക്കെ ഏറ്റവും അധികം സ്പിരിച്വൽ റിഫോം പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ ആത്മീയമായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ നടന്നത് പശ്ചിമ ബംഗാളിലാണ്. സ്വാമി വിവേകാനന്ദനായാണെങ്കിലും, രാജാറാം മോഹൻ റായ് ആണെങ്കിലും, രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിലും, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെങ്കിലും ഒരുപാട് ആളുകൾ സാമൂഹിക പ്രവർത്തന രംഗത്തിറങ്ങി, ശ്രീരാമകൃഷ്ണ മിഷനെ പോലുള്ള സംഘടനകൾ സേവാ പ്രവർത്തനത്തിലിറങ്ങി. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള അതിശക്തമായ വിപ്ലവ പ്രവർത്തനങ്ങൾ അനുശീലൻ സമിതി പോലുള്ള സംഘടനകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നു. RSS സ്ഥാപകനായ ഡോക്ടർ KB ഹെഡ്ഗേവാർ, അദ്ദേഹം പഠിച്ചിരുന്നത് കൽക്കട്ട മെഡിക്കൽ കോളേജായിരുന്നു. അവിടെ അദ്ദേഹം അനുശീലൻ സമിതിയുടെ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഇങ്ങനെ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ നവോത്ഥാന രംഗത്ത് അവർക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. അങ്ങനെ ആ ഒരു പശ്ചിമ ബംഗാളിൻ്റെ അസ്മിത, ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് RSSന് തൃണമൂൽ കോൺഗ്രസിൻ്റെ മേധാവിത്വത്തെ എതിർക്കാൻ പറ്റിയത്. അപ്പം അത് നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മോഡിയുടെ മാസ്മരികതയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെതിരായ വികാരത്തോടൊപ്പം തന്നെ RSSൻ്റെ അതിശക്തമായ ഗ്രാസ് റൂട്ട് ലെവലുള്ള പ്രവർത്തനമാണ് പശ്ചിമ ബംഗാളിലെ BJPയെ ജയിക്കാൻ സഹായിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്.